ഗുരുവായൂർ ദേവസ്വത്തിന്റെ പേരിൽ കരാറുകാർ ഭക്തരെ കൊള്ളയടിക്കുകയാണെന്ന് പരാതി ശക്തമാകുന്നു. ശുചിമുറി ഉപയോഗത്തിനും പാർക്കിങ്ങിനും അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരെ നടപടി വേണമെന്നാണ് ഭക്തരുടെ ആവശ്യം. എറിയാട് പഞ്ചായത്തിൽ ഭൂമി നികത്തൽ മാഫിയയുടെ രാസമാലിന്യ നിക്ഷേപത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ. എൻഡോസൾഫാൻ ദുരന്തം നേരിട്ട എൻമകച്ചയുടെ അവസ്ഥ എറിയാടിനും ഉണ്ടാകരുതെന്ന് TN പ്രതാപൻ. ട്രാഫിക് പരിഷ്കാര വിഷയത്തിൽ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം. ചർച്ച നടത്താതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്നാരോപിച്ച് കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പേരിൽ കരാറുകാർ ഭക്തരെ കൊള്ളയടിക്കുകയാണെന്ന് പരാതി ശക്തമാകുന്നു. ശുചിമുറി ഉപയോഗത്തിനും പാർക്കിങ്ങിനും അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരെ നടപടി വേണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ദേവസ്വത്തിന്റെ പേരിൽ കരാറുകാർ നടത്തുന്ന ഇത്തരം നടപടികൾ ക്ഷേത്രത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണെന്നും കരാറുകാരെ നിയന്ത്രിക്കാൻ ദേവസ്വം ഭരണസമിതി അടിയന്തരമായി ഇടപെടണമെന്നും ഭക്തർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തെക്കേനടയിലെ ഗസ്റ്റ് ഹൗസിന് സമീപമുള്ള ശുചിമുറിയിൽ മൂത്രമൊഴിക്കുന്നതിന് 10 രൂപ ഈടാക്കുന്നതിനെതിരെ ഭക്തർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ സാഹചര്യത്തിൽ അമിത നിരക്ക് ഈടാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് പരാതി. ഇതോടൊപ്പം തെക്കേനടയിൽ ദേവസ്വം ക്വാർട്ടേഴ്സ് പൊളിച്ചു നീക്കിയ സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യമെന്ന പേരിൽ ഒരു കാറിന് 50 രൂപ വീതം ഈടാക്കുന്നതും വിവാദമായിട്ടുണ്ട്. എന്നാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ ക്രമീകരണങ്ങളോ ഇല്ലാതെയാണ് തുക ഈടാക്കുന്നതെന്നാണ് ഭക്തരുടെ ആരോപണം. ദേവസ്വത്തിന്റെ പേരിൽ കരാറുകാർ നടത്തുന്ന ഇത്തരം നടപടികൾ ക്ഷേത്രത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണെന്നും കരാറുകാരെ നിയന്ത്രിക്കാൻ ദേവസ്വം ഭരണസമിതി അടിയന്തരമായി ഇടപെടണമെന്നും ഭക്തർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ഗുരുവായൂർ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ റെയ്ഡ്. ചാലക്കുടി കൊരട്ടി കട്ടപ്പുറത്ത് അനധികൃതമായി വിദേശ മദ്യം വിൽപ്പന നടത്തിയ ഒരാൾ അറസ്റ്റിൽ. മുരിങ്ങൂർ തെക്കുമുറി കട്ടപ്പുറം മലയാംകുടി വീട്ടിൽ ശങ്കരൻകുട്ടിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചാലക്കുടി മുരിങ്ങൂർ തെക്കുമുറി കട്ടപ്പുറം മലയാംകുടി വീട്ടിൽ ശങ്കരൻകുട്ടിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 2.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മദ്യവിൽപ്പനയിലൂടെ ലഭിച്ച തുകയും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, ജെയ്സൺ ജോസ്, പ്രിവന്റീവ് ഓഫീസർമാരായ ലത്തീഫ്, ഷെയ്ഖ് അഹദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അമിത, പ്രിവന്റീവ് ഓഫീസർ ഡ്രൈവർ ഗിരീഷ് എന്നിവരും പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. എറിയാട് പഞ്ചായത്തിൽ ഭൂമി നികത്തൽ മാഫിയയുടെ രാസമാലിന്യ നിക്ഷേപത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ. AICC സെക്രട്ടറി TN പ്രതാപൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എൻഡോസൾഫാൻ ദുരന്തം നേരിട്ട എൻമകച്ചയുടെ അവസ്ഥ എറിയാടിനും ഉണ്ടാകരുതെന്ന് പ്രതാപൻ പറഞ്ഞു. എറിയാട് പഞ്ചായത്തിൽ ഭൂമി നികത്തൽ മാഫിയ തണ്ണീർത്തടങ്ങളിലും നീർച്ചാലുകളിലും രാസമാലിന്യം നിക്ഷേപിച്ച് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണെന്നാരോപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് അഴീക്കോട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ ഉദ്ഘാടനം ചെയ്ത AICC സെക്രട്ടറി TN പ്രതാപൻ രാസമാലിന്യ നിക്ഷേപം ഭാവി തലമുറയുടെ ആരോഗ്യത്തെ പോലും ഗുരുതരമായി ബാധിക്കുമെന്നും എൻഡോസൾഫാൻ ദുരന്തം നേരിട്ട എൻമകജയുടെ അവസ്ഥ എറിയാടിനും ഉണ്ടാകരുതെന്നും പറഞ്ഞു. എന്താണ് ഇവിടെ നടന്നത് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. രാസമാലിന്യം എന്ന് പറയുന്നത് കേവലം എന്തെങ്കിലും ഒരു ആസിഡ് കൊണ്ടൊഴിക്കുന്നതോ വേറെ ഏതെങ്കിലും രാസമാലിന്യമല്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവുമായി സംസാരിച്ചിട്ടാണ് വന്നത്. കേരള ഹൈക്കോടതിയിലും ഗ്രീൻ ട്രിബ്യൂണലിലും സുപ്രീം കോടതിയിലും പരിസ്ഥിതി സംബന്ധമായ കേസുകൾ ബാധിക്കുന്ന മലയാളികളിൽ 1ാം സ്ഥാനത്തുള്ള ആളാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം സംസാരിച്ചു. അദ്ദേഹം നമ്മൾ പറഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ് ഇതിൽ മുൻപ് നടന്ന ഈ രാസമാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ ദുരന്തങ്ങൾ ഓരോന്നും. ബ്രഹ്മപുരത്ത് മാത്രമല്ല, ഈ തൊട്ട് കേരളത്തിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലും ഉണ്ടായ ഓരോ സ്ഥലത്തെയും ഈ രാസമാലിന്യങ്ങൾ മൂലമുണ്ടായ തുടർ ദുരന്തങ്ങൾ ഒരു ദിവസത്തിലോ ഒരു മാസത്തിലോ ഒരു കൊല്ലത്തിലോ തീരുന്നതല്ല. ഇത് പതിറ്റാണ്ടുകൾ, തലമുറകളെ ബാധിക്കും.
ഇത്തരം പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തടയേണ്ട സാഹചര്യത്തിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് ഭരണ നേതൃത്വം നിസ്സംഗ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CP തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റുമാരായ PA മുഹമ്മദ്, സഗീർ, KM സാദത്ത് എന്നിവർ സംസാരിച്ചു. DCC സെക്രട്ടറിമാരായ TM നാസർ, PH മഹേഷ്, PK ഷംസുദ്ദീൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, UDF പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് PK മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്കായി വെർച്വൽ ക്യൂ സംവിധാനം നിലവിൽ വന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച സംവിധാനത്തിലൂടെ ആദ്യ ദിനത്തിൽ തന്നെ ഭക്തർക്ക് വേഗത്തിലും സുഗമമായും ദർശനം നടത്താനായി. 1 മണിക്കൂറിൽ 300 പേർക്കും പ്രതിദിനം 2400 പേർക്കുമാണ് വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ദർശനം ഉറപ്പാക്കുന്നതിനായി വെർച്വൽ ക്യൂ സംവിധാനം ഇന്നു മുതൽ ആരംഭിച്ചു. രാവിലെ 6:30 ദേവസ്വം ചെയർമാൻ ഗോപിനാഥ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു. രാവിലെ 7 മുതൽ 8 വരെയുള്ള ആദ്യ സ്ലോട്ടിൽ 148 പേരാണ് ദർശനം നടത്തിയത്. 1 മണിക്കൂറിൽ 300 പേർക്ക് വരെ ദർശനം നടത്താൻ സൗകര്യമുണ്ടെങ്കിലും ആദ്യ സ്ലോട്ടിൽ പകുതിയോളം പേരാണ് എത്തിയത്. ഇവർക്ക് 10 മിനിറ്റിനകം ദർശനം പൂർത്തിയാക്കാനായി. രണ്ടാമത്തെ സ്ലോട്ട് രാവിലെ 8 മുതൽ 9 വരെയായിരുന്നു. ആ സമയത്തേക്ക് ബുക്ക് ചെയ്തിരുന്നവരിൽ നേരത്തെ എത്തിയവരെ രാവിലെ 7:30 മുതൽ ക്യൂ പന്തലിലേക്ക് പ്രവേശിപ്പിച്ചു. 1 മണിക്കൂറിൽ 300 പേർക്കും പ്രതിദിനം 2400 പേർക്കുമാണ് വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ദർശനത്തിന് അവസരം ഒരുക്കിയിരിക്കുന്നത്. ഈ മാസത്തേക്കുള്ള ബുക്കിംഗ് ഇതിനകം പൂർത്തിയായതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് ഓൺലൈൻ ദർശന സംവിധാനം ലഭ്യമാകുക. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയുമാണ് വെർച്വൽ ക്യൂ സംവിധാനം പ്രവർത്തിക്കുക. മീഡിയ ടൈം, ഗുരുവായൂർ. ട്രാഫിക് പരിഷ്കാര വിഷയത്തിൽ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം. ചർച്ച നടത്താതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്ന് ആരോപിച്ച് കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്തിലെ ട്രാഫിക് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ഓട്ടോ തൊഴിലാളി പ്രതിനിധികളുമായി ചർച്ച നടത്താൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ലെന്നാരോപിച്ചാണ് കൊടകര 1-ാം സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംയുക്തമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ട്രാഫിക് ക്രമീകരണങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചതെന്നും തൊഴിലാളികളുടെ അഭിപ്രായം പരിഗണിക്കാതെയുള്ള നടപടി പിൻവലിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന ധർണ CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലിശ്ശേരി എടുത്തു എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഭരണം UDF-ൻ്റെതാണ്. ആ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് ജോയ് നെല്ലിശ്ശേരി. അദ്ദേഹമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇവിടെ ഈ പഞ്ചായത്തിനകത്തെ, കേരളത്തിലെ എല്ലാ പഞ്ചായത്തിനകത്തെയും വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പൊതു ശബ്ദ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സുപ്രീം കോടതിയുടെയും വിധിയനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു RTO കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. RTO കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ പൂർണ്ണമായ പേര് റോഡ് ട്രാഫിക് അതോറിറ്റി എന്നാണ്. BMS പഞ്ചായത്ത് സെക്രട്ടറി ND വിപിൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് MS സുനിൽ, TB ബിജേഷ്, CITU നേതാക്കളായ KB നൈജോ, ലിജേഷ്, INTC സെക്രട്ടറി ടിസ്റ്റൻ എന്നിവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മീഡിയ ടൈം, കൊടകര. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. എറിയാട് കേരളവർമ്മ ഹൈസ്കൂളിൽ സുവർണ സംഗമം സംഘടിപ്പിച്ചു. 1976 സ്കൂൾ വിട്ടിറങ്ങിയവരുടെ കൂട്ടായ്മയായാണ് സുവർണ സംഗമം സംഘടിപ്പിച്ചത്. പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ കമൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേവലം ഓർമ്മകൾ പങ്കുവെക്കലിനപ്പുറം സഹപാഠികൾക്ക് കൈത്താങ്ങാവാനും വിദ്യാലയത്തിന് താങ്ങായി നിലകൊള്ളാനും ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചത് അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പെടാപ്പെടുന്നതിനിടയിൽ സഹജീവികളോടുള്ള കരുതൽ കാത്തുസൂക്ഷിക്കുന്ന ഈ കൂട്ടായ്മ ഒരു മാതൃകയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നസീർ ബാബു, മുഹമ്മദ് ബാബു, സീനത്ത്, മേഖല, സഹജൻ, സാദിഖ്, ഹുമയൂൺ കബീർ, നാസറുദ്ദീൻ, മുഹമ്മദ് സഗീർ എന്നിവർ നേതൃത്വം നൽകി. സോഷ്യലിസ്റ്റ് കർഷക നേതാവായിരുന്ന ആഗസ്റ്റി മൊറേലിയുടെ 7ാം അനുസ്മരണം RJD മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോതിരക്കണ്ണിയിൽ സംഘടിപ്പിച്ചു. MC അഗസ്റ്റി സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് V. ഐനിക്കൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ, ജനതാ പൗലോസ്,
AL കൊച്ചപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് കർത്തനാടൻ, ആനി ജോയ്, ഹസീന നിഷാദ്, ലില്ലി കാച്ചപ്പള്ളി, NC ബോബൻ, ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി, ഡേവിസ് താക്കോൽക്കാരൻ, ജോൺസൺ മൊറേലി എന്നിവർ പങ്കെടുത്തു. ഓഗസ്റ്റ് 16 നടക്കുന്ന അനുസ്മരണ അവാർഡ് ദാന സമ്മേളനം RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്യും. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ദിനാഘോഷവും വാരാചരണവും സംഘടിപ്പിച്ചു. അഡീഷണൽ SP VA കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. CPO VJ ശൈത്യ തൂഫാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊടുങ്ങല്ലൂർ DYSP R രതീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. തൃശൂർ റൂറൽ ADNO PA ആസാദ് സമ്മാന വിതരണം നടത്തി. കയ്പമംഗലം SHO KT ബിജിത്ത്, പഞ്ചായത്ത് അംഗം VV സുവീഷ്, മാതൃസംഗമം പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, സ്കൂൾ പ്രധാന അധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, ഡെപ്യൂട്ടി ഹെഡ് മിസ്റ്റർ KS ബിന്ദു, SRG കൺവീനർ ബിജു മോഹൻ ബാബു, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, SPO KS അഭയ തുടങ്ങിയവർ സംസാരിച്ചു. സിവിൽ പോലീസ് ഓഫീസർ KC സുദീപ് ക്ലാസ് നയിച്ചു. മതിലകം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മർഹൂം മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 54-ാം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. KF ഷംസുദ്ദീൻ മുസ്ലിയാർ പൊന്മാനിക്കുടം കൊടികയറ്റവും പ്രാർത്ഥനയും നടത്തി. പ്രധാന ജാറം ഭാരവാഹികളായ KS സെയ്ദ് മുഹമ്മദ്, MH അബ്ദുൽ ഖാദർ, MY മുഹമ്മദ് റംസാൻ, MS ഈസ, KS ഷിഹാബുദ്ദീൻ, RK മുസ്തഫ, RM ഷിഹാബ്, RK മുസ്തഫ, ഇസഹാഖ് ദാരിമി, KS മുഹമ്മദ്, AY ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ദിക്കർ ഹൽഗക്കും പ്രഭാഷണത്തിനും ഉസ്താദ് അനസ് അമാനി പുഷ്പഗിരി നേതൃത്വം നൽകും. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് മൗലിദ് പാരായണവും രാവിലെ 10 മണി മുതൽ 1 മണി വരെ നേർച്ച ഭക്ഷണ വിതരണവും നടക്കും. വൈകിട്ട് 4 നടക്കുന്ന ഖത്തം ദുആക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ നേതൃത്വം നൽകും. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടെന്ന് ആരോപിച്ച് മതിലകം പഞ്ചായത്ത് UDF പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. LDF സർക്കാർ 2025-26 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി വിഹിതത്തിൽ 1.25 കോടി രൂപ വെട്ടിക്കുറച്ചതിലൂടെ പഞ്ചായത്തിന് നിരവധി വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടെന്നും അന്ന് ഇതിനെതിരെ പ്രതികരിക്കാതിരുന്ന മതിലകം പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ UDF ഭരണത്തിന്റെ തുടക്കത്തിൽ 35 ലക്ഷം രൂപയുടെ കുറവ് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും നേതാക്കൾ ആരോപിച്ചു. പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് അവർ വ്യക്തമാക്കി. പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും മതിലകം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സുനിൽ P മേനോൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ TS ശശി അധ്യക്ഷത വഹിച്ചു. ഷിബു വർഗീസ്, പഞ്ചായത്ത് അംഗം നസീമ നൌഫൽ, OA ജൻറിൻ, KK സഗീർ, PR രാജേഷ്, ES നിയാസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പേരിൽ കരാറുകാർ ഭക്തരെ കൊള്ളയടിക്കുകയാണെന്ന് പരാതി ശക്തമാകുന്നു. ശുചിമുറി ഉപയോഗത്തിനും പാർക്കിങ്ങിനും അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരെ നടപടി വേണമെന്നാണ് ഭക്തരുടെ ആവശ്യം. എറിയാട് പഞ്ചായത്തിൽ ഭൂമി നികത്തൽ മാഫിയയുടെ രാസമാലിന്യ നിക്ഷേപത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ. എൻഡോസൾഫാൻ ദുരന്തം നേരിട്ട എൻമകജയുടെ അവസ്ഥ എറിയാടിനും ഉണ്ടാകരുതെന്ന് TN പ്രതാപൻ. ട്രാഫിക് പരിഷ്കാര വിഷയത്തിൽ ലോട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം. ചർച്ച നടത്താതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്നാരോപിച്ച് കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.